അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഓപ്പൺ എന്നുള്ളതിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു AI ആപ്പാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഇതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവാം. എനിക്ക് ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ അടിപൊളി സംഭവം എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ക്ലിയർ കുറഞ്ഞ ഫോട്ടോസ് അല്ലെങ്കിൽ ബ്ലറായിട്ടുള്ള ഫോട്ടോസ് ഇട്ടില്ലേ, ക്ലാരിറ്റി കുറഞ്ഞത്, ബ്ലറായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുക. അതായത് എൻഹാൻസ് ചെയ്ത് ആ ഫോട്ടോസൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റണ ഒരു ചെറിയ ആപ്പാണ്. അപ്പം ഇത് ശരിക്കും പെയ്ഡ് ആപ്പാണ് കേട്ടോ. നമ്മൾ പേയ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് തട്ടിക്കുട്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലും ഇത് പേ ചെയ്യുന്ന ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ 4.4 ആണ് ഇതിൻ്റെ റേറ്റിങ്സ് വന്നിട്ടുള്ളത്. അപ്പം നല്ല എൻ്റെ ഒരു ഇതിൽ നല്ല ബെസ്റ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ക്രാഫ്റ്റേഴ്സിനൊക്കെ നല്ല ഫോട്ടോസ് നമ്മൾക്ക് ഇൻസ്റ്റയിൽ ഇടാനും അല്ലെങ്കിൽ ഇതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നല്ല ക്ലിയറും ക്ലാരിറ്റിയിലും ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അത് നമ്മളെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കാണിക്കുന്ന ഒരു പേജ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ഓഫർ പ്രൈസ് ഒക്കെ പറയുന്നുണ്ട്. അവർ 1 വീക്കിന് 95 ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പേ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കുറേ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ കുറേ AI ഫോട്ടോസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാർട്ടൂൺസ്, അങ്ങനെ നല്ല നല്ല സൂപ്പറായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ആഡ് വരില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി പ്രോ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ ഫീച്ചേഴ്സ് കൂടിയതാണ്. അതായത് കുറച്ചും കൂടെ നല്ല ഫിൽറ്റേഴ്സ്, നല്ല കാര്യങ്ങൾ. പിന്നെ അതിന് നമുക്ക് 5,000 ഒക്കെയാണ് ഇയർലി വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാം, അല്ലാതെ പേ ചെയ്യണ്ട. പേ ചെയ്യാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമുക്ക് കുറച്ച് ക്ഷമ വേണം. കാരണം ആഡ് 30 സെക്കൻഡിൻ്റെ ആഡൊക്കെയാണ് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും വരുന്നത്. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഈ ആപ്പ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പേ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ എന്ത് ക്ലിക്ക് ചെയ്താലും ആഡ് കാണണം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. വേറെ ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ പിടുത്തില്ല. അപ്പോൾ ഞാൻ ഇതെന്തായാലും ക്ലോസ് ചെയ്തു കേട്ടോ. ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഇനി നമുക്ക് എന്ത് തുടങ്ങണമെന്നുണ്ടെങ്കിലും ആഡ് കാണണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആഡ് കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കുറച്ച്. ഓക്കെ, ഇനി നമുക്ക് ഏത് ഫോട്ടോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഫോട്ടോ ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഇമേജസിലേക്ക് എടുക്കായിരിക്കും. അപ്പോൾ ഏത് ഫോട്ടോ ആണോ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കേണ്ടത്, ആ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് വന്നിരിക്കുന്നുണ്ട് എൻഹാൻസ് വാച്ച് ഓൺ ആഡ്. അതായത് നമുക്ക് ആഡ് കണ്ടാൽ മാത്രമേ ഇതൊന്ന് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻഹാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ബെറ്റർ ആക്കുക, അങ്ങനെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെയും ആഡ് വരും. അപ്പോൾ ആ ആഡും കൂടെ ഫുള്ളായിട്ട് കാണാം. ഇനി നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് സൂം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാം, അതായത് ആഫ്റ്റർ ബിഫോർ റൈറ്റ് സൈഡിൽ കാണുന്നത് ആഫ്റ്റർ, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അത് കാണിക്കുന്നത്. ഇനിയിപ്പുറം കുറച്ച് ക്ലാരിറ്റി കുറവ്. അപ്പോൾ ഇതിൽ കുറച്ച് കളർ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ആ പിങ്ക് കളർ ഒന്നും കൂടെ ഇതായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ കളറൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയി, അങ്ങനത്തെ ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ മേലെ ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് കാണണം, ആഡ് കാണണം. ആഡാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ പേ ചെയ്യാണ്ട് കാണുമ്പോൾ ആഡ് നമ്മൾ ഫുള്ളായിട്ട് ക്ഷമയോടുകൂടി ഇരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ മിക്കപ്പോഴും 30 സെക്കൻഡിൻ്റെ ഒക്കെയാണ് ആഡ് വരിക. അപ്പോൾ ഇത് നമ്മളെ ഗാലറിക്ക് അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ എൻഹാൻസ് അനദർ എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് നമുക്ക് മെയിലിൽ കാണോ അല്ലെങ്കിൽ വാട്സപ്പിൽ കാണോ എവിടേക്കാണോ നമ്മൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും അപ്ലോഡ് ഇമേജ് കൊടുക്കുക, ആഡ് കാണുക, ആഡ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോയും കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ തന്നെ ആയിരുന്നു ഭംഗി. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ എടുത്തതെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഒറിജിനൽ ഫോട്ടോ തന്നെയാണ് ഭംഗി തോന്നിയത്. ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും കൂടെ ഭയങ്കര മുഖത്തൊക്കെ ഭയങ്കര കളർ തോന്നണം. ഇനി അതിൻ്റെ അടിയിൽ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് ഫേസ് റീടച്ച് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തൊടുമ്പോൾ നമ്മൾ ആഡ് കാണുകയും വേണം. മിക്കതും പ്രോ ആണ്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുമൊന്നും പേയ്മെൻറ്റ് ചെയ്യാണ്ട് തൊടാണ്ടിരിക്കുക. കാരണം നമുക്ക് ബാക്ക് അടിച്ചാലൊന്നും ഈ സാധനം ആഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതും നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോയും ഒറിജിനൽ ഫോട്ടോയും അവിടെ കിടക്കുന്നതാണ്.
ഇതാ ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോ, ഇത് ഒറിജിനൽ ഫോട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നി, പിന്നെ നല്ല ക്ലാരിറ്റിയും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. പിന്നെ ഈ ഒരു ഫോട്ടോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കളർ ഭയങ്കര കൂടിയെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ്സും സാറ്റുറേഷനൊക്കെ ഒന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടെ സേവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇനി ഈ ആപ്പിന് നെഗറ്റീവ്സ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല. അതുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.